നെന്മാറ പോത്തുണ്ടിയിലെ ജനങ്ങൾ 1.5 വർഷത്തോളമായി കാത്തിരിക്കുന്നത് ചെന്താമരയ്ക്ക് ശിക്ഷ വിധിക്കുന്ന ദിവസത്തിന് വേണ്ടിയാണ്. അയാൾ പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ ഒരു നാടിനെ മുഴുവൻ ഇല്ലാതാക്കാം. വീണ്ടും കൂട്ടക്കൊല നടത്താം. ഇരട്ട കൊലപാതക കേസിൽ ഭയം കാരണമാണ് പല സാക്ഷികളും കൂറുമാറിയത്. കുട്ടികൾക്ക് പേടി കാരണം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഇനി വിധി കാത്ത് അടുത്ത തിങ്കളാഴ്ച വരെയുള്ള കാത്തിരിപ്പ്. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് വിധി പറയുന്നത് മാറ്റിവെച്ചത്. 4 സാക്ഷികൾ കൂറുമാറിയെങ്കിലും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ചെന്താമരയ്ക്ക് ശിക്ഷ വാങ്ങി നൽകാൻ പര്യാപ്തമാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ചെന്താമര ഇനി പുറത്തിറങ്ങരുതെന്നും നിയമം അനുശാസിക്കുന്ന വലിയ ശിക്ഷ കോടതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും കൊല്ലപ്പെട്ട സുധാകരൻ്റെയും സജിതയുടെയും മകൾ അഖില പറഞ്ഞു. നാടിനെ നടുക്കിയ കോളിളക്കം സൃഷ്ടിച്ച നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ വിധി അടുത്ത തിങ്കളാഴ്ചയാകും. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ന് പറയാനിരുന്ന വിധി അടുത്ത തിങ്കളാഴ്ചത്തേക്ക് ജഡ്ജി മാറ്റിവെച്ചത്. കേസിൽ വലിയ ആത്മവിശ്വാസമാണ് പ്രോസിക്യൂട്ടർക്കുള്ളത്. ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും അനുകൂല വിധി ഉണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷി വിസ്താരത്തിൽ 4 സാക്ഷികൾ കൂറുമാറിയിരുന്നു. ചെന്താമരയുടെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും ഒരു ബന്ധുവും പ്രധാന സാക്ഷിയായിട്ടുള്ള മറ്റൊരാളും. എന്നാൽ ഈ കൂറുമാറ്റം കേസിനെ ബാധിക്കില്ല എന്നാണ് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് എം വിജയകുമാർ പറയുന്നത്. കേസിൽ പരമാവധി ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് വാങ്ങിക്കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആൾറെഡി ഒരു കേസിൽ കൊലപാതകം നടത്തി ജാമ്യത്തിൽ വന്ന് ഇറങ്ങി അതേ കുടുംബത്തിലുള്ള 2 ആൾക്കാരാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം പനിഷ്മെന്റ് കോടതി കൊടുക്കുന്നതാണ് വിശ്വാസം. ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹമെന്ന് മരിച്ച സുധാകരൻ്റെ മകൾ അഖില പറഞ്ഞു. അഖിലയുടെ അച്ഛനെയും അമ്മയെയും അച്ഛമ്മയെയും കൊന്നത് ചെന്താമരയാണ്. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. ചെന്താമര എപ്പോഴെങ്കിലും പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ജീവനും അത് ഭീഷണിയാണ്. ഇപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ചെന്താമരയെപ്പോലെ ആരെങ്കിലും കണ്ടാൽ വലിയ പേടി തോന്നാറുണ്ടെന്നും ചെന്താമര ഇനി ഒരിക്കലും പുറത്തിറങ്ങരുതെന്നും കോടതി നീതി നൽകണമെന്നും അഖില ആവശ്യപ്പെട്ടു. അയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. അമ്മൻ്റെ കേസിൽ അയാൾക്ക് ശിക്ഷ കിട്ടിയത് ഓക്കെയാണ്. അതേപോലെ ഇതിലും ഇതാക്കണം. ഇനി അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കണം. ഇനിയും അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ജീവൻ പോകും. ഇപ്പോൾ എൻ്റെ ആയാലും ചേച്ചിൻ്റെ ആയാലും പോത്തുണ്ടിത്തെ ആരുടെ ആണെങ്കിലും ജീവൻ എന്തായാലും പോകും. അപ്പോൾ അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കുന്നത്. 2025 ജനുവരി 27-നായിരുന്നു നാടിനെ നടക്കിയ ഈ ഇരട്ട കൊലപാതകം നടന്നത്. 2019 സജിതയെ ചെന്താമര കൊന്നിരുന്നു. അതിനുശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാണ് നെന്മാറയിലെത്തി സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊന്നത്. തൻ്റെ കുടുംബം അകലാൻ കാരണം അടുത്ത വീട്ടിലെ നീണ്ട മുടിയുള്ള സ്ത്രീയാണെന്ന ഒരു അന്ധവിശ്വാസത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തോന്നലിനെ തുടർന്നാണ് ചെന്താമര ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഒരു തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ പരമാവധി ശിക്ഷ നൽകണമെന്നും ആണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും നാട് കാത്തിരിക്കുന്ന ആ വിധി അടുത്ത തിങ്കളാഴ്ചയാകും. കഴിഞ്ഞ വിധി, അതായത് 2019 കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് വിധിച്ചത്. ഈ ഇരട്ട കൊലപാതക കേസിൽ കോടതി ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയായിരിക്കും നൽകുക? ഈ ഒരു പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ചെന്താമരയെ കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നതാകുമോ എന്നുള്ളതൊക്കെ തന്നെ അടുത്ത തിങ്കളാഴ്ച അറിയാം. എന്നാണെങ്കിലും കേസിലെ വിധി അടുത്ത തിങ്കളാഴ്ച പ്രസ്താവിക്കുമെന്നാണ് കോടതി ഏറ്റവും അവസാനം അറിയിച്ചിരിക്കുന്നത്. അഖിലോട്ട് പറഞ്ഞപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.